അത്യുന്നതനായ ദൈവം, എൽ എലിയോൺ, God the Most High God. El Elyon is a name used through the Old Testament, revealing God is above all other gods. വേറൊരു ദൈവം ഇതിൻ്റെ മുമ്പിൽ ഇല്ല. ആ ഒരു സത്യം എന്നും നമ്മുടെ ബുദ്ധിയോട് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ബുദ്ധി അന്തരാത്മാവിന് അറിയാം, പക്ഷെ ബുദ്ധി എപ്പോഴും വേറെ കയറ്റി അതായത് മനസ്സിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിൽ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂസിക് കൂടെ ആയിരിക്കാം, മറ്റുള്ളവരുടെ വർത്തമാനത്തിൽ കൂടെ ആയിരിക്കാം. ഇപ്പോഴും ഈ വലിയവനായ ദൈവത്തെ തള്ളി നീക്കാൻ നോക്കും, എന്നിട്ട് വേറെ കയറ്റി വെക്കും. പക്ഷെ ദിനം പ്രതി ആദ്യം നമ്മൾ എഴുന്നേൽക്കുന്നുണ്ട് തന്നെ ചിലർക്ക് കാപ്പി കുടിക്കണം നിർബന്ധമുണ്ട്. എനിക്കൊക്കെ അങ്ങനെ തന്നെ ചേട്ടാ, എഴുന്നേറ്റാണ് കാപ്പി കുടിച്ചില്ല എനിക്ക് ജീവനില്ല. അതുപോലെ ഈ കാപ്പിക്ക് പകരം ഈ എല്ലിയോൻ, ഈ ഈ അത്യുന്നതനായ ദൈവമാണ്, വലിയവനായ ദൈവമാണ്. നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ബലം തരുന്നവനാണ്. ഭക്ഷണം കഴിക്കാനുള്ള ശക്തി ഇല്ലാത്തവരെത്രയോ പേരുണ്ട്. രോഗമില്ലാതെ നടത്തുന്നതിനൊക്കെ ബുദ്ധിഭ്രമം വരുത്താതിരിക്കും. ഇതൊക്കെ ഈ എല്ലിയോൻ എന്നിലുള്ളതാണെന്നുള്ള ബോധം വരുമ്പം നമ്മൾ ദൈവത്തെ രാവിലെ എഴുന്നേറ്റ് ഇത് പറഞ്ഞു പഠിപ്പിക്കണം, അല്ലാതെ ഒക്കത്തില്ല. അവർ മൈൻഡ്, അതായത് നമ്മുടെ മനസ്സെപ്പോഴും പലതിനെ അന്വേഷിച്ച് ചെറുതി നടക്കുന്നത്, അത് പാപത്തിൻ്റെ ഇഫക്റ്റാണ്. ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തില്ല. പല കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ജോലിക്കാരനുണ്ട്, അദ്ദേഹം നമ്മുടെ തമിഴ്നാട്ടിൽ നമ്മൾ ജോലിക്ക് ഏൽപ്പിച്ചിരിക്കുക കൃഷി ചെയ്യാൻ. അപ്പോൾ നമ്മളയാളോട് പറഞ്ഞു, കുറച്ച് അടയ്ക്ക, അതായത് പാക്കിൻ്റെ തൈ കൊണ്ട് കിളിപ്പിച്ചിട്ട് അത് മാത്രം ഇപ്പം നട്ടാൽ മതി, അവിടെ ഒന്നും കിളിക്കത്തില്ല, ഉള്ള പന്നികളെല്ലാം തിന്നുകയാണ്, എന്തെങ്കിലും ചെയ്യാം. ഭൂമി വെറുതെ ഇടുന്നത് ശരിയല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും ഭൂമി ചൊവ്വായിട്ടും ചെയ്യാം. പക്ഷെ അയാളൊരു 100 ഐഡിയ അതിൻ്റെ കൂടെ പറയും. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഡോക്ടറിനോട് പറയും, ഈ പല ഐഡിയ പറയുന്നത് കേൾക്കരുത്, ഒരെണ്ണത്തെ സ്റ്റിക്ക് ചെയ്യേ, ഒരെണ്ണം എന്ന് പറഞ്ഞ പോലെ ഒരു ദൈവമേ ഉള്ളൂ, സത്യദൈവം എല്ലിയോന്ന് നമ്മളോട് പറയുമ്പം പല ദൈവങ്ങൾ മേലിൽ കയറി വരാൻ അനുവദിക്കല്ലേ. ചവിട്ടി മെതിച്ച് അതിനെ ഇറക്കി കളഞ്ഞ് ദിനം പ്രതി കയറി വരുന്ന ശത്രുവിനെ അടിച്ചു മാറ്റി വേലി വിസ്താരമാക്കി കെട്ടി ദൈവദൂതന്മാരെ ഇടതു വലത് മുൻപ് പിൻപ് ദൂതന്മാരെ നിർത്തിയിട്ട് വേണം ഈ വചനം കേൾക്കാൻ. ശക്തനായവൻ ദൈവം. കർത്താവ് സങ്കീർത്തനം 7:17 ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ യഹോവയെ അവൻ്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും, അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും. ആർക്കാണ്? അത്യുന്നതനായ ദൈവം. ഉണ്ടോ? അതെൻ്റെ വീട്ടിൽ വരുമ്പം ചിലരെൻ്റെ വീട്ടിൽ വരുമ്പോൾ പറയും, ഈ വീട്ടിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടെന്ന് എനിക്കറിയാമെന്ന്. ചില അവരാത്മാവുള്ളവരല്ലാത്തവരും വന്ന് വേറെ അറിയത്തുമില്ല. ഞാൻ ഉടനെ ശ്രദ്ധിക്കും, എനിക്കറിയാം ആ വ്യത്യാസം. അത് നമ്മൾ വേറൊരു വീട്ടിൽ ചെല്ലുമ്പോഴും എനിക്കറിയാം വ്യത്യാസം. ഇപ്പോഴൊക്കെ കാലങ്ങളിൽ പരിശുദ്ധാത്മാവുള്ള സ്ഥലങ്ങളിൽ എന്നെ വിടാറുള്ളൂ, എല്ലായിടത്തും പോകാറില്ല. വളരെ കുറച്ച് സന്ദർഭങ്ങളിൽ അല്ലാത്തടത്ത് ഞാൻ പോകുന്നുള്ളൂ. അപ്പം ഹീസ് ഇൻഡീഡ് ദ ലോർഡ് മോസ്റ്റ് ഹൈ, ദ വൺ ഹൂ റെയിൻസ് സുപ്രീം. എല്ലാ ദൈവങ്ങളെക്കാട്ടിലും ഉന്നതമായിട്ട് ഈസ് ഗ്രേറ്റർ ദാൻ എനി ഫോഴ്സ് ഓഫ് ഡാർക്ക്നെസ്. എന്തെല്ലാം ഈ പലരും ഉണ്ടല്ലോ, ഈ പലരും എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നവർ പോലും അവരുടെ ഭാരം പറഞ്ഞു കേട്ടാൽ നമ്മൾ വിചാരിക്കും ദൈവത്തെ കാണുന്നവരാ, ദൈവത്തെ കേൾക്കുന്നവരാ. എന്നാലും അവർ പറയും, അയ്യോ എൻ്റെ കഷ്ടം തീരത്തില്ല, എൻ്റെ കഷ്ടം ഈ വലിയവനായ ദൈവത്തെക്കാട്ടി വലുതാന്ന് പറഞ്ഞ് ഉറപ്പിച്ചു നോക്കും. പിന്നെ അങ്ങനെ മാറും. അത് തന്നെയാണ് പിശാചിനും ആവശ്യം. നമ്മൾ ഈ ദൈവത്തിൻ്റെ മുൻപിൽ, അതായത് ഈ ദൈവത്തിനെ തീ കത്തിക്കാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും എന്നെ ദൈവം ഓർപ്പിക്കുന്നൊരു സത്യമാണ്, ഒരു സ്റ്റൗവിൻ്റെ മേൽ ഈച്ച ഇരിക്കണമെങ്കിൽ സ്റ്റൗ കത്താതിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇരിക്കൂല. കത്തിയാൽ അതിനടുക്ക വന്ന് കത്തിന്ന് ഈച്ചയല്ലേ എല്ലാ സാധനം ചത്തുപോകും. അതുപോലെയല്ലേ നമ്മൾ രാവിലെ തോറും ഇതിനെ തീ കത്തിച്ച് വചനം കൊണ്ട് വചനം, അതായത് അയൺ ഷാർപ്പൻസ് ദി അയൺ. ഒരു പിച്ചാത്തി വേറൊരു പിച്ചാത്തിയെ മൂർച്ചയാക്കുന്നത് പോലെ മൂർച്ചയാക്കിയില്ലെങ്കിൽ ആ പിച്ചാത്തി പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. കണ്ടിട്ടുണ്ടോ ചിലരുടെ? എൻ്റെ മരുമകൻ, അവനൊരു അമേരിക്കനാണ്. അവൻ നാട്ടിൽ വന്നപ്പം ഇവിടുന്ന് ഒരു വെട്ടോത്തി വാങ്ങിച്ചുകൊണ്ട്, കാരണം അവിടെ ഈ വെട്ടോത്തി ഇല്ല, നമ്മുടെ ഇവിടുത്തെ ഈ നാടൻ വെട്ടോത്തിയല്ലേ. ഞാനിപ്രാവശ്യം അവിടെ ചെന്നപ്പോൾ ഒരു തേങ്ങ മുറിക്കാൻ ആ വെട്ടോത്തിയെ കൊണ്ട് കൊള്ളൂല, കാരണം അതിനങ്ങ് മൂർച്ചയില്ല, വെറും ഒരു കമ്പി ഇരുമ്പ് പോലെ. എല്ലാം ഇതിനെ ഷാർപ്പൻ ചെയ്ത് നല്ല മൂർച്ച, വാള് തന്നെ എന്നും അതിനെ ഷാർപ്പൻ ചെയ്തില്ലെങ്കിൽ അതിന് മൂർച്ചയില്ല. അതുപോലെ വചനം കൊണ്ട് എല്ലാ ദിവസവും ഇന്നലെ കേട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നൊരു പ്രയോജനം വരത്തില്ല. ഇന്ന് വീണ്ടും അതിനെ മൂർച്ചയാക്കി ശക്തമായിട്ട് ദൈവത്തിൻ്റെ ദൂതന്മാരെ
ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് കൽപ്പന കൊടുക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്ക് കൽപ്പന കൊടുക്കാൻ അവകാശം തന്നിട്ടുണ്ട്. സങ്കീർത്തനം 8 ഇബ്രായ ലേഖനത്തിലും പറയുന്നുണ്ട്, ദൂതന്മാർ ദൈവത്തിൻ്റെ ദൈവദൂതന്മാർ നമ്മുടെ സഹായകന്മാരല്ലോ. ഇബ്രായ ലേഖനം 1:14 കണ്ട കർത്താവ് പറയുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ടെന്നും അവർക്ക് ഉപദേശം കൊടുക്കാമെന്നും അറിയുന്നില്ല എങ്കിൽ പിന്നെ എന്നാ ഗുണമാണ്? കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ ഓർഡർ കൊടുക്കണം. ദൈവദൂതന്മാർ കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് നിൽക്കട്ടെ, ശത്രുവിൻ്റെ ഗോളത്തിനകത്ത് പോകാതെ ദുഷ്ടൻ്റെ വഴി ദൂരേന്ന് വിളിച്ചറിയിക്കണം, ഞാൻ പ്രാർത്ഥിച്ചോളാം, ദുഷ്ടൻ അഴിഞ്ഞു പോകും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ദൈവദൂത ഗണങ്ങൾ നമുക്ക് ചുറ്റും നിൽക്കുന്നെങ്കിലും നമ്മൾ പറഞ്ഞില്ലേ അവർ അനങ്ങത്തില്ല. നമ്മൾ കർത്താവിനോട് പറയണം. അതെ, എബ്രായ ലേഖനം 1:14 ദൈവദൂതന്മാരെ കുറിച്ച്, അവർ ഒക്കെയും ദൈവദൂതൻ രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ, നമ്മുടെ രക്ഷിക്കപ്പെട്ടവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലോ. സേവകാത്മാക്കൾ എന്ന് പറഞ്ഞാൽ സെർവൻ്റ് എന്നല്ലേ. ആരാ ജോലിയില്ലെന്ന് പറഞ്ഞു? ജോലിക്കാരില്ലെന്ന് കണ്ടിട്ടുണ്ട്. നമ്മളേക്ക് ഓരോ ജോലിക്ക് വേണ്ടി വീട്ടിലെ ചെറിയ ജോലികളായിരിക്കും. എനിക്ക് ഗാർഡൻ വൃത്തിയാക്കാൻ ഒരു തരത്തിൽ വിചാരിച്ചത്, മണ്ണ് തള്ളത്തില്ല, ചെടി നടുന്നേക്കളിന്ന് ശരിയാകുന്നില്ല. ഞാൻ പറയും ഇത്ര നാളായി ഇതൊന്നും ശരിയാക്കാൻ വിചാരിച്ചിട്ട് വെക്കുന്നില്ല. പക്ഷേ ഒരു ദിവസം ഞാൻ എനിക്ക് നടുവിനൊക്കെ വേദന. ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് രാവിലെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ട് കുറേ ജോലി ചെയ്തിട്ട് അവിടെ ഒന്നും കാണാനില്ല. 2 മണിക്കൂർ ജോലി ചെയ്തിട്ട് അവിടെ ഒന്നും കാണാനില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, ഇത്രയും നേരം ജോലി ചെയ്തെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? എനിക്ക് വെറുതെ ഒരു ഗുണം ഉണ്ടായില്ല. പക്ഷെ പിറ്റേ ദിവസം ദൈവം ആളിനെ വിട്ട് അവിടെ മുഴുവൻ വൃത്തിയാക്കിച്ചു തന്നു. എപ്പോഴേ? നീ തന്നെ ഇറങ്ങിയപ്പോൾ. വിശ്വാസ ജീവിതത്തിൽ നീ കാല് വെക്കുന്നില്ല എങ്കിൽ ഒരു കാര്യവും നടക്കത്തില്ല. ഞാൻ പറയുന്നത് കുറിച്ച് വെച്ച് എഴുത്. മക്കൾ പഠിക്കുന്നു. എൻ്റെ കൂടെ പ്രാർത്ഥന കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ പറഞ്ഞു, അവരോട് മക്കൾ അവൾ ഹിസ്റ്ററി പഠിക്കത്തേ ഇല്ല, പരീക്ഷ 10 മണിക്ക് എഴുതാൻ പോകണം. ഈ കൊച്ചൊരു സകലം പഠിക്കൂല. അമ്മയ്ക്ക് ഹിസ്റ്ററി ഇഷ്ടമുള്ള അമ്മയാണ്. അവർ 4 മണിക്ക് എഴുന്നിട്ട് ഈ കൊച്ചിൻ്റെ പുസ്തകം എടുത്ത് വായിക്കുകയാണ്, കാണാൻ പഠിച്ചുകൊണ്ട്. അമ്മ പഠിച്ചു, കൊച്ചു 10 മണിയായപ്പം പോയി പരീക്ഷ എഴുതി നല്ല മാർക്കിൽ പാസ്സായെന്ന്. ഇതൊക്കെ ടെസ്റ്റ് മണി കേൾക്കുമ്പോഴേ എങ്ങനെയാണ് ഈ ദൈവത്തെ സ്തുതിക്കാതിരിക്കുന്നത്? നമ്മൾ ഈ ദൈവത്തെ ചെറുതാക്കി കാണില്ല. വി ഷുഡ് റിയലി എല്യോം അത്യുന്നതനായ ദൈവം എൻ്റെ കൂടെയുണ്ട്. പ്രോബ്ലം എത്ര വലുതായിക്കോട്ടെ, അതിലും വലിയ ദൈവം എൻ്റേത് പറയാൻ ധൈര്യമുണ്ടോ? അവൻ മരണത്തെ ജയിച്ചവനാ, പാപത്തെ ജയിച്ചവനാ. ഇതൊക്കെ ക്രൂശുമരണം കഴിഞ്ഞിട്ടല്ലേ, ഞാനിപ്പോൾ ഉയർപ്പും കഴിഞ്ഞിട്ടാണ് പറയുന്നത്. ഹീസ് മൈറ്റി, ഹീസ് ലോർഡ്, ഹീസ് എക്സോൾട്ടഡ് അബവ് ഓൾ അതേഴ്സ്. എല്ലാത്തിലും ഉപരിയായിട്ട് നിൽക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ആ ദൈവം എൻ്റെ കൂടെ. അതാണ് ഈ അത്യുന്നതനായ ദൈവം. അതുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം പരിശുദ്ധമാണ്. നിൻ്റെ നാമം ഇന്ന് ഞാൻ പറയുന്നത് എല്യോം, ഗോഡ് ദ മോസ്റ്റ് ഹൈ. അത്യുന്നതനായ ദൈവമേ, നിൻ്റെ മുമ്പിൽ ആരാ നിൽക്കുന്നതെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ഈ വലിയ അമ്മാച്ചന്മാരും വലിയവരൊക്കെ ഈ നമ്മൾക്ക് റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ പ്രശ്നം വരും പറയത്തില്ലേ. ഞാനിപ്പോൾ എൻ്റെ അമ്മാച്ചനെ വിളിച്ചുകൊണ്ട് വരും, അദ്ദേഹം വലിയ പോലീസ് ഓഫീസറാണ്, വിളിച്ചുകൊണ്ട് വരും. നീ അവൻ്റെ മുമ്പിൽ നിൽക്കത്തില്ല, പറയത്തില്ലേ? കേട്ടിട്ടില്ലേ? ഈ ലോകത്തിലുള്ളവരുടെ ഗമ നമുക്ക് പറയാനറിയാമെങ്കിൽ സർവശക്തനായ ദൈവത്തെ ഒന്ന് വിളിച്ചു വരുത്താൻ എത്ര പേർക്കറിയാം. ഈ ഇസ്രായേലിലൊക്കെ യുദ്ധം ചെയ്യുമ്പോൾ അവർ യേശുവിനെ കണ്ടിട്ടില്ല. എന്തിട്ടും പഴയ നിയമത്തിലെ ദൈവത്തിന് അവർ പറയും, സോൾജിയേഴ്സ് ഈ ഒരു ഭിത്തിക്കപ്പുറത്ത് ഇപ്പുറത്ത് നിന്നാൽ റോഡിൽ നിൽക്കുമ്പോൾ ഇസ്രായേൽ ജനത അവരവരുടെ അറിയാവുന്ന പാട്ട് പ്രാർത്ഥിക്കുമ്പോൾ മുമ്പിൽ അവരുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന ഈ ടാങ്കർ പോയാൽ പോലും ഇവരെ മറച്ച് നിർത്തുമെന്ന്. എത്രയോ അതിശയങ്ങൾ അവരുടെ യുദ്ധങ്ങളിൽ നടക്കുന്നത്. അവരെ ഇല്ലാതാക്കാൻ പിശാച് പല കാലങ്ങളായിട്ട് തലമുറയായിട്ട് നോക്കുന്നു. ഇന്നും അവർ നിൽക്കുന്നു, എന്നും അവർ നിൽക്കും. ലോകം ഉള്ളിടത്തോളം കാലം അവർ നിൽക്കും. അത് കഴിയുമ്പം ഭൂമി തീരും. നമ്മൾ ഈ ദൈവത്തിൻ്റെ മക്കൾക്കൊരു പ്രാഗൽഭ്യമുണ്ട്. അവരുടെ നന്മ കൊണ്ടൊന്നും അല്ല, ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ട്. നമ്മളെ തിരഞ്ഞെടുത്ത കൂട്ടത്തില്ല. ഹി ഹാസ് കോൺകേർഡ് ഡെത്ത്, ഈസ് മൈറ്റി. അത് നമ്മൾ മനസ്സിലായി. ഇറ്റ് ഈസ് ഗോഡ് ഹു മേക്സ് ദ മ്യൂസിക് ടു യുവർ നെയിം. അതായത് 9-ാം സങ്കീർത്തനത്തിന് ഒന്നിങ്ങനെയാണ്, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും. എങ്ങനെയാണ്? അല്പഹൃദയമല്ല, ഒരു ശകലം പോലും വേറെ. ഇത് നമ്മൾ ആദ്യം ഇരിക്കുമ്പോൾ കർത്താവേ, എൻ്റെ മനസ്സിനകത്ത് നിന്നെ തന്നെ ആക്കാൻ എനിക്കൊക്കുന്നില്ല. പുട്ട് യുവർ സെൽഫ് ഇൻസൈഡ് മീ, ഐ ഓപ്പൺ മൈ ഹാർട്ട്, ലുക്ക് ഇൻസൈഡ്. എന്തെങ്കിലും അഴുക്കുണ്ടോ എടുത്തു കള, നിന്നെക്കൊണ്ട് നിറയ്ക്ക് ദൈവത്തിൻ്റെ ആത്മാവ്. നിൻ്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. അതായത് ഈ കർത്താവിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്.
കഴിഞ്ഞ നന്മകളെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഓർപ്പിക്കും. ദൈവത്തിന് സന്തോഷം. അതിന് നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കളാണ്. കഴിഞ്ഞ നന്മകൾ, കഴിഞ്ഞ ചിത്രവാരം ചെയ്ത നന്മ, ഇത് ഈ സത്യങ്ങളൊക്കെ എത്ര പറഞ്ഞാലും അവനവൻ ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കാതെ ഇതൊന്നും നടക്കത്തില്ല. ഇപ്പം നമുക്ക് ഒരു കുഞ്ഞിൻ്റെ വായയുടെ അടുക്കലേക്ക് ഭക്ഷണം കൊണ്ടുവന്ന് വെക്കാം. കണ്ടിട്ടുണ്ടോ? 1 വയസ്സുള്ള കുട്ടി ഓട്സ് പോലത്തെ അല്ലെങ്കിൽ അതിൻ്റെ കുഞ്ഞിൻ്റെ ബേബി ഫുഡ് കൊണ്ട് വായിക്ക് കൊണ്ട്, ചില പിള്ളേർ വാ തുറക്കത്തില്ല, അത് കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കും. അതുപോലെയാണ് ചില വിശ്വാസികൾ. വായയുടെ അടുക്ക കൊണ്ട് നീ ദൈവത്തിൻ്റെ ശക്തി പറഞ്ഞാൽ അകത്തോട്ട് കയറ്റത്തില്ല. അത് അഴിഞ്ഞു പോകട്ടെ ഇന്നത്തെ ദിവസം. സങ്കീർത്തനം അതുപോലെ എന്നെ ഏറ്റവും ടച്ച് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കാശ്മീരിൽ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ പോയിരുന്നു. കാശ്മീരിൽ മനോഹരമായ, ഇപ്പം വിൻ്റർ സമയം ആയതുകൊണ്ട് ഈ കേബിളിൽ ഹിമാലയത്തിൻ്റെ മുകളിൽ ചെല്ലുമ്പോൾ കേബിളിലാണ് നമ്മൾ പോകുന്നത്. മൈലുകളോളം കേബിളിൽ മേളിൽ ചെന്ന് കഴിയുമ്പം അവിടെ പിന്നെ വെറും മല, വെള്ള നിറത്തിലുള്ള മല, കുറേ പൈൻ ട്രീസ് മാത്രമാണ് കാണുന്നത്. അത്ര മനോഹരമായ പർവ്വതങ്ങൾ, അതായത് മഞ്ഞിനാൽ നിറഞ്ഞു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ഹിമാലയ പർവ്വതം അങ്ങനെ മനോഹരമായിട്ടാണ് നിൽക്കുന്നത്. ഇത്ര മനോഹരമായ ഈ പർവ്വതത്തെ ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ മഹത്വം ആ ദേശത്തുള്ള പർവ്വതങ്ങൾ വിളിച്ചു പറയുന്നു. മഞ്ഞ് വിളിച്ചു പറഞ്ഞെങ്കിലും മനുഷ്യനറിഞ്ഞുകൂടാ. അവിടെയും ഒരൊറ്റ ക്രിസ്ത്യാനിയില്ല. അവിടെ പോയി ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവ് എന്തൊരു. അപ്പോൾ എന്നോട് കർത്താവ് ആ സമയത്ത് വായിക്കാൻ പറഞ്ഞു, പ്രത്യേകം അന്നേരം ആ സമയത്ത് 1 തിമോത്തി 6:15 എടുത്ത് വായിക്കാൻ പറഞ്ഞു. അതെന്നെ ഹെൽപ്പ് ചെയ്തു. ഞാൻ ഒരു ദിവസം വീണെങ്കിലും ഇത് വായിച്ച് ചെയ്യാൻ പോയതുകൊണ്ട് വീണിട്ട് എനിക്ക് വലിയൊന്നും പറ്റിയില്ല. അതായത് കർത്താവ് നമ്മളെ നേരത്തെ പറയും, നീ വീഴുമേ, നീ വചനം എടുത്തുകൊണ്ട് വായിച്ചുകൊണ്ട് പോണേ. അതുകൊണ്ട് ഞാൻ വീണിട്ടും എനിക്കൊന്നും പറ്റിയില്ല. ആ വാക്യം ഇതാണ്, 1 തിമോത്തി 6:15. ഇത് വളരെ പ്രധാനപ്പെട്ട. ദൈവം ഇങ്ങോട്ട് പറഞ്ഞെന്ന് എനിക്കിതൊക്കെ കാണാൻ അറിയാവുന്നെങ്കിൽ അന്ന് ഞാൻ നോക്കിയിട്ടെങ്കിലും കണ്ടില്ല. ലാസ്റ്റ് ദൈവം കാണിച്ചു തന്നു. 1 തിമോത്തി 6:15. ധന്യനായ ഏകാധിപതിയും ആരാണ്? ഏകാധിപതി. ദർ ഇസ് നോ അതർ ഗോഡ്, ദിസ് ഈസ് എല്യോം. അവൻ അത്യുന്നതനാണ്. അവനെക്കുറിച്ച് പറഞ്ഞു, വേറൊരു ദൈവമോ രാജാവോ ഇല്ല. ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും, അമർത്യതയുള്ളവനും, മരണമില്ല, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. അവന് വെളിച്ചമാണ്. മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനും അവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ. അപ്പോൾ അന്ന് രാവിലെ ഉച്ചയ്ക്ക് വീഴുന്നതിന് മുൻപേ കർത്താവ് പറഞ്ഞു, ഇതെടുത്ത് വായിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. എങ്ങനെ ചുമ്മാ നടക്കുന്ന സ്ഥലത്ത് ഉതച്ച് വീണു. നമ്മൾ വിചാരിച്ച് കുഴപ്പം പറ്റുന്നു. തിരിച്ചു വന്ന ഒരാഴ്ച കടന്നുപോയി. എങ്കിലും ഒരു അസ്ഥിക്കും പ്രശ്നം ഉണ്ടാക്കാതെ സൂക്ഷിച്ച് ദൈവം കൊണ്ടുവന്നു. ആരെയായി വിളിക്കുന്നത്? എൽ എലിയോൺ, അത്യുന്നതനായ ദൈവം. വീടിന് കഴിഞ്ഞിട്ടല്ല പ്രാർത്ഥിക്കാൻ പറഞ്ഞു, വീഴുന്നതിന് മുൻപേ കർത്താവ് വചനം തന്നു. പക്ഷെ വീണിട്ടൊന്നും സംഭവിച്ചില്ല. അതാണ് അനുഗ്രഹം. ചില കുഴികൾ നമ്മൾ അറിയാതെ ലോകത്ത് വീഴും. പക്ഷെ അവയെല്ലാം രക്ഷിക്കാൻ മതിയായി നമുക്ക് ദൈവത്തിനെ സ്തുതിക്കാം. എൽ എലിയോൺ, അത്യുന്നതനായ ദൈവം. നിൻ്റെ മുമ്പിൽ ഏത് ദൈവം അപ്പിച്ചാൽ നിൽക്കുന്നത്? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി തരുമ്പോഴത്തേക്ക് കാലം കടന്നു പോകുന്നു. അനേക മക്കളോട് ഈ മലയുടെ മുകളിൽ കയറി നിന്ന് വിളിച്ചു പറയാൻ, സിയോൻ പർവ്വതത്തിൻ്റെ മുകളിൽ, സീനായ് മലയുടെ മുകളിൽ ഒക്കെ നീ നിൻ്റെ 10 കൽപ്പനയും സിയോനിൽ നിൻ്റെ മഹത്വവും ഒക്കെ കാണിക്കുന്നുണ്ടെന്ന് അറിയുന്നു. പക്ഷെ എത്ര പേര് നിന്നെക്കുറിച്ച് കേൾക്കുന്നുണ്ട്? കർത്താവേ, ചെവികൾ അടഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ അന്ധതയെ മാറ്റിത്തരണം, ഞങ്ങളുടെ ബുദ്ധിഹീനത അഴിഞ്ഞു പോകണം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തേ ഒക്കത്തുള്ളൂ. ഏറ്റവും ഒറ്റമൂലി പരിശുദ്ധാത്മാവിൽ വചനം നിറച്ചു വെച്ചാൽ അവനാടിയിലുണ്ടെങ്കിൽ ഇഷ്ടം പോലെ അതെടുത്ത് ഉപയോഗിക്കാനുള്ള കൃപ തരണം. ആർക്കും അറിഞ്ഞുകൂടെ ഈ വചനം എങ്ങനെ ഉപയോഗിക്കേണ്ടത്? ഇത് ചുമ്മാതി പുസ്തകത്താളിനകത്തിരിക്കുന്നതുകൊണ്ട് എന്നെ പ്രയോജനം കർത്താവേ, എടുത്തുപയോഗിക്കാൻ പഠിപ്പിക്കണമേ. അനേക മക്കൾക്ക്, നമ്മൾക്ക് ആദ്യമേ, നമ്മുടെ കുടുംബത്തിന്, മറ്റുള്ളവർക്ക് ഇത് പ്രയോജനമാകുന്ന ജീവവെളിച്ചമായിട്ട് നിത്യനായ മരണമില്ലാത്ത ദൈവത്തിൻ്റെ മനുഷ്യനെ അടുക്കാൻ വയ്യാത്ത പ്രകാശത്തിൽ വസിക്കുന്നവൻ്റെ വചനങ്ങളാണ് എടുത്തുപയോഗിക്കുന്നത്. അത് സംഭവിക്കട്ടെ, അത് പ്രവർത്തിക്കട്ടെ, അത് പ്രവർത്തിച്ച് ഫലമായിട്ട് തിരിച്ചു വരട്ടെ. അങ്ങനെ തന്നെ ചെയ്യുന്നതിന് സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.